അങ്ങനെ നമ്മൾ ഇത്രയും കാലം കേട്ട ആ റൂമേഴ്സ് ഒക്കെ ഇതാ പാർഷ്യലി ഭാഗികമായിട്ട് ശരിയായിരിക്കുകയാണ്. യെസ്, ഇപ്പോ ഫ്യൂ മിനിറ്റ്സ് ബിഫോർ, ശരിക്കും ചൂടുള്ള വാർത്ത എന്ന് വേണം പറയാനായിട്ട്, നമ്മുടെ ജസ്റ്റിൻ ട്രൂഡോ, നമ്മുടെ കാനഡയുടെ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ, അദ്ദേഹം ലിബറൽ പാർട്ടിയുടെ ലീഡർ എന്നുള്ള സ്ഥാനം, ആ ഒരു പദവി നിന്ന് റിസൈൻ ചെയ്തതായിട്ട് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. 10:45 അദ്ദേഹം പ്രസ് കോൺഫറൻസ് അനൗൺസ് ചെയ്തിരുന്നത്. സോ ആ ഒരു പ്രസ് കോൺഫറൻസ് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ പല വിധത്തിലുള്ള റൂമേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം തൽക്കാലം ഏതായാലും നമ്മുടെ ലിബറൽ പാർട്ടി അടുത്തൊരു ലീഡറിനെ തിരഞ്ഞെടുക്കുന്നത് വരെ, അടുത്തൊരു സക്സസറിനെ തിരഞ്ഞെടുക്കുന്നത് വരെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് തന്നെ തുടരും. ഇപ്പോ ഏതായാലും ലിബറൽ പാർട്ടി ലീഡർ എന്നുള്ള ഒരു സ്ഥാനത്ത് നിന്നാണ് രാജിവെച്ചിട്ടുള്ളത്. ശരിക്കും 9 years ആയിട്ട് അദ്ദേഹം ആ ഒരു 9 years നീണ്ടു നിൽക്കുന്ന ഒരു കരിയർ സ്പാനാണ് അദ്ദേഹത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട്, അല്ലെ. ഏതായാലും ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ, ഈ റൂമേഴ്സ് ഒക്കെ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ സമ്മറിലാണ്. 2024 സമ്മറിൽ തുടങ്ങിയിട്ട്, ടൊറന്റോ ബൈ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ സമയത്ത് തുടങ്ങിയിട്ടുള്ള കുറെ കൺഫ്യൂഷൻസും കുറെ ചാവസും ഒക്കെയാണ്. ഏതായാലും ഈ കഴിഞ്ഞ ഡിസംബറിൽ ക്രിസ്റ്റ്യ ഫ്രീലാൻസും കൂടി റിസൈൻ ചെയ്തതോടു കൂടിയിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ ഒരു തൽക്കാലത്തേക്ക് ഒരു കോമ ഇട്ടുകൊണ്ട് അദ്ദേഹം ലിബറൽ പാർട്ടി ലീഡർ എന്നുള്ള സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. അപ്പോ ഇനിയെല്ലാം ടു ബി കണ്ടിന്യൂഡ്.